ഞാനിന്ന് പറയാൻ പോകുന്നതേ ആലിബാബ എന്ന ഇ കൊമേഴ്സ്യൽ സ്ഥാപനത്തിന്റെ കോ ഫൗണ്ടറായ ജാക്മയെ കുറിച്ചാണ്. ജാക്മേനെ കുറിച്ച് നമ്മൾ അധികം കേട്ടില്ലേ, പക്ഷെ ആലിബാബ ഇ കൊമേഴ്സ്യൽ സ്ഥാപനത്തെ കുറിച്ച് ഇപ്പോൾ ഉള്ളവർക്കൊക്കെ ഒരുമാതിരി അറിയാം എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ കഥ എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളൊക്കെ ആണെങ്കിൽ പരാജയം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുത്തിപ്പിടിച്ച് വീട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കുകയല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കഥ നമുക്കൊരു പ്രചോദനമാകുന്ന സാധനമാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലത്ത് 3 പ്രാവശ്യം കണ്ട് എക്സാം എഴുതി, അത് 3ഉം പരാജയപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരേ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല, അവിടെയും തീർന്നു. അത് കഴിഞ്ഞപ്പോൾ ജോലി അന്വേഷിച്ചു പോയി, ഒരിടത്തും ജോലി കിട്ടിയില്ല. എന്നാൽ ബിസിനസ് തുടങ്ങിയേക്കാന്ന് ഓർത്തു, പല സൈസ് ബിസിനസ്സുകൾ ചെയ്തു, അതെല്ലാം പരാജയപ്പെട്ടു. അതെല്ലാം 8 നിലയിൽ പൊട്ടി. 1ഉം 2ഉം പൊട്ടലല്ല പറഞ്ഞു, 8 നിലയിൽ പൊട്ടി. അത് കഴിഞ്ഞപ്പം പിന്നെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്, ഈ പരാജയത്തിനകത്തു നിന്ന് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഈ ആലിബാബ എന്നുള്ള ആ തീരുമാനത്തിലേക്ക് പുള്ളി എത്തുന്നത്. അങ്ങനെ ആലിബാബ എന്നുള്ള സ്ഥാപനം പുള്ളി സ്ഥാപിച്ചു. അതിലൂടെ പുള്ളി വിജയത്തിലേക്ക് എത്തിയ മനുഷ്യനാണ്. നമ്മളൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഒരു പരാജയം പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് പിന്നെ വീട്ടിൽ കുത്തിപ്പിടിച്ചിരുന്ന് പിന്നെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയി, അതൊന്നും എനിക്ക് പറഞ്ഞേക്കണതൊന്നും അല്ല എന്നും പറഞ്ഞ് നമ്മൾ നടക്കൂലേ. പക്ഷെ പുള്ളി അങ്ങനെയല്ലായിരുന്നു. പുള്ളി അതിൽ നിന്ന് വിജയം കണ്ടെത്തി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തിയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ ആ പ്രതിസന്ധി ഒരു ചവിട്ടുപടിയാക്കി കണ്ടെത്തി ആ ചവിട്ടുപടിയുടെ മുകളിൽ കയറി അതിനെ കടന്നു പോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. നമുക്കൊക്കെ 100 ചവിട്ടുപടി ഉണ്ടെങ്കിൽ 99 ചവിട്ടുപടി വരെ നമ്മൾ കയറും. ആ 99ാമത്തെ ചവിട്ടുപടി വരുമ്പോൾ ഇതൊന്നും എനിക്ക് പറഞ്ഞതല്ല, ഇതെനിക്കൊന്നും സാധിക്കുന്നതല്ല എന്നും പറഞ്ഞ് നമ്മൾ തിരിച്ചു പോരും. അതല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ലായിരുന്നു. അത് ആ ചവിട്ടുപടി കടന്ന് അപ്പുറം കടന്നുപോയി. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം എന്ന് പുള്ളിക്ക് ആഗ്രഹമുണ്ട്. അതാണ് ജീവിതത്തിൽ ഒരു എന്നാ പറയുക, മുന്നോട്ട് പോകണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരു പ്രാധാന്യം വേണമെന്ന് മനസ്സിലാക്കിയ ശേഷം പുള്ളി ഹാർഡ് വർക്ക് ചെയ്ത് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു എന്നാണ് പറയുന്നത്. നമുക്കൊരു വിചാരമുണ്ട്, ഇംഗ്ലീഷ് ഭാഷ എല്ലാ രാജ്യത്തും ഇംഗ്ലീഷ് ഭാഷ വേണം, നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ട്. അല്ലാട്ടോ, ജപ്പാൻ, ചൈന, റഷ്യ, ജർമ്മനി, ഇങ്ങനെയൊക്കെ കുറേ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷ ഇല്ല. അത്യാവശ്യം സംസാരിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അതായത് വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ചെന്നവർ മാത്രമാണ് അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അല്ലാണ്ട് വേറെ അവിടുത്തുകാരൊന്നും അത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ അല്ല. അപ്പൊ പുള്ളി ഇംഗ്ലീഷ് ഭാഷ അതിനും തയ്യാറായി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ഭാഷയും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വിജയിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഷയും കൂടെ പുള്ളി സ്വായത്തമാക്കി എന്നുള്ളതാണ് അവിടുത്തെ പുള്ളിയുടെ വിജയം. നമ്മൾ പലപ്പോഴും പരാജയപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, നമ്മുടെ ദൈവങ്ങൾ വരെ പരാജയപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ, ഇല്ലേ? നമ്മൾ ഏത് ദൈവത്തെ എടുത്തു നോക്കിക്കേ, ഈശോപ്പിനെ എടുത്തു നോക്ക്, അല്ലെങ്കിൽ മാതാവിനെ എടുത്തു നോക്ക്, അല്ലെങ്കിൽ മുഹമ്മദ് നബീനെ എടുത്തു നോക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ, ശിവൻ, എന്ത് വേണ്ട, നമുക്ക് ഏതൊക്കെ ദൈവങ്ങളുണ്ടോ അവരെയൊക്കെ ഒന്ന് എടുത്തു നോക്കിയേ. അവരുടെ ജീവിതത്തിലും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടായ വ്യക്തികളാണ്. ശ്രീരാമൻ ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പം എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ അതിൽ നിന്ന് അവസാനം അവർ വിജയത്തിലേക്ക് എത്തുകയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വിജയത്തിലെത്താൻ സാധിക്കും. അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ അവിടെ വീണ് കിടന്നു പോകുന്നതാണ് നമുക്ക് ജീവിതത്തിൽ പരാജയം. ഇങ്ങനെയുള്ള ഈ ആലിബാബയുടെ ഫൗണ്ടറൊക്കെ ചെയ്തത് നമ്മൾ കണ്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ശ്രമിക്കാം, അല്ലേ? ഏതെങ്കിലും വിജയം നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ, കൊറോണ കാലത്ത് സാനിറ്റൈസറും അല്ലെങ്കിൽ മാസ്കും ഒക്കെ വിറ്റ് എന്തോരം പേര് പൈസക്കാരായി. അതായത് ആ പ്രതിസന്ധിയിൽ നിന്ന് അവർ പേടിച്ച് നിന്നില്ല. പേടിക്കാതെ അതിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിച്ചു, അവരതിൽ വിജയിച്ചു. അതാണൊരു ബുദ്ധിയാണത് അവിടെ, അല്ലേ? അല്ലാണ്ട് അതിനകത്ത് പേടിച്ചിരുന്ന, അയ്യോ കൊറോണയല്ലേ കയറി പിടിച്ചെങ്കിൽ എന്നെ ചെയ്യുമെന്ന് ഓർത്തോണ്ടിരുന്നില്ല. അവർ മാസ്ക് കണ്ടുപിടിച്ചു, അത് ഏതെല്ലാം രീതി 2 തുണിക്കഷ്ണമൊക്കെ അടിച്ചു വെച്ചിട്ട് മാസ്ക് ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കിയെടുത്തിട്ട് അതിൽ വിജയിച്ചു. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. അപ്പം നമുക്കും ഏത് കാര്യത്തിൽ ഇങ്ങനെ വിജയിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും നമ്മുടെ വീട്ടിലുള്ളതും സർവ്വ മുതലും കൂടെ എടുത്തിട്ട് ബിസിനസ് ചെയ്യാതിരിക്കുക. നമ്മൾ ആദ്യം ഒരു കുറച്ച് മുതൽ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ബിസിനസ്സിന്റെ ലാഭം മാത്രമേ നമ്മൾ ബിസിനസ്സിലേക്ക് അതായത് ഒരു പെർസെൻറ്റേജ്, അതായത് ഒരു പെർസെൻറ്റേജ് എങ്കിലും നമ്മൾ സേവ് ചെയ്ത് വെക്കുക, ബാക്കി പൈസ ലാഭത്തിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് മുടക്കുക. അങ്ങനെ അത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക. പിന്നെ 2% ആകാം, 3% അങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക. നമ്മുടെ ബിസിനസ് വലുതാകുന്നതനുസരിച്ച് നമ്മുടെ സമ്പാദ്യവും വലുതായി വരും. അല്ലാതെ നമ്മൾ ഏത് സമയം എന്തെങ്കിലും നഷ്ടം വരുമ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന സമ്പാദ്യവും അല്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടുന്നതും നമ്മുടെ വീട്ടിലെ മുതലും എല്ലാം കൂടെ നമ്മൾ ബിസിനസ്സിലേക്ക് എടുത്തിടരുത്. അപ്പം നമുക്ക് പരാജയമേ സംഭവിക്കുകയുള്ളൂ. നമുക്ക് പിന്നെ മിച്ചമൊന്നും ഇല്ലാണ്ടായി വരും.
അപ്പം അതൊക്കെ നോക്കിയും കണ്ടും നമ്മൾ ഏതെങ്കിലും മാർഗത്തിൽ കൂടെ അതിനെ നന്നാക്കി പരമാവധി ലോണുകളൊക്കെ കുറച്ച് കൊണ്ടുവരാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ജീവിതത്തിൽ വിജയിക്കുമെന്നേ. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഇത് സാധിക്കുമല്ലോ എന്ന് നമ്മൾ വിചാരിക്കുക. അല്ലാണ്ട് നമ്മുടെ സമയം വെറുതെ വേസ്റ്റാക്കി കളഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. നമ്മുടെ ചുറ്റുവട്ടത്തും നടക്കുന്ന ഇതിനകത്ത് എന്തെങ്കിലും വിജയം നമുക്ക്, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നമുക്ക് എന്ന് നമ്മൾ ചിന്തിക്കുക. അതിൽ നിന്ന് നമ്മൾ വിജയം നേടിയെടുക്കുക. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. എന്നിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. പരാജയം എല്ലാവർക്കും സംഭവിക്കണം, എല്ലാവർക്കും. പരാജയം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിലുള്ളതാണ്. അതിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് നമ്മൾ വിജയിക്കുന്നവരാണ് മിടുക്കന്മാർ. അപ്പം നമുക്കും വിജയിക്കാമെന്നേ. എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും കൂടെ ഒന്നിച്ച് മുന്നോട്ട് പോകാം. എല്ലാവർക്കും വിജയിക്കണം. അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം എന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കേ.